ഏവർക്കും എസ് വിഷൻ ബ്ലോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭാരത സർക്കാർ ഭേദഗതി ചെയ്ത ഒരു നിയമത്തെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഭാരത സർക്കാർ ഭേദഗതി ചെയ്ത് നടപ്പിലാക്കുന്ന FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അഥവാ വിദേശ സംഭാവന നിയന്ത്രണ നിയമം എന്നുള്ള ഒരു നിയമം കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുകയാണ്. ആ നിയമം പ്രധാനമായും ഇന്ത്യയിലേക്ക് എത്തുന്ന സാമ്പത്തിക സഹായങ്ങളെയും സംഭാവനകളെയും നിയന്ത്രിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെന്റ് ആ നിയമത്തെ ഭേദഗതി ചെയ്തിരിക്കുന്നത്. 1976 ഈ നിയമം ആദ്യമായി നിലവിൽ വന്നത്. 2010 ഇത് കൂടുതൽ കർക്കശമാക്കുകയും NGOകൾക്കും സന്നദ്ധ സംഘടനകൾക്കും വിദേശത്തു നിന്നും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ, സാമ്പത്തിക സഹകരണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, അതോടൊപ്പം തന്നെ രാജ്യത്തിന് വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ, രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണവും നിയന്ത്രണവും വിലയിരുത്തലുമാണ് ഈ നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ നിയമത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നിയമത്തിന്റെ പിൻബലത്തിൽ വിദേശത്ത് നിന്നും പണം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു NGOകളും സന്നദ്ധ സംഘടനകളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള FCRA രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ ഈ FCRA രജിസ്ട്രേഷന്റെ കാലാവധി 5 വർഷമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂഡൽഹിയിലുള്ള പ്രധാന ബ്രാഞ്ചിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ലഭിക്കുന്ന പണം ഏത് ആവശ്യത്തിനാണോ സ്വരൂപിച്ചിട്ടുള്ളത്, വിദ്യാഭ്യാസമാകട്ടെ ആരോഗ്യമാകട്ടെ, ആ ആവശ്യത്തിന്, ആ പർപ്പസിന് മാത്രമേ ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് ഈ ചട്ടത്തിന്റെ, ഈ നിയമ ഭേദഗതിയുടെ പരിധിക്കകത്ത് വരുന്നത്. ഇനി ഈ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ FCRA നിയമങ്ങളിൽ പാലിക്കാത്ത സംഘടനകളുടെ ലൈസൻസ് റദ്ദു ചെയ്യും. അതോടൊപ്പം തന്നെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കാതിരിക്കുകയോ പണം ദുർവിനിയോഗം ചെയ്യുകയോ ചെയ്താൽ കനത്ത നടപടികൾ ഈ സംഘടനകൾ നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഫണ്ടുകളെ നിയന്ത്രിക്കുക, അതോടൊപ്പം തന്നെ അതിനെ നിരീക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഗവൺമെന്റ് ഈ നിയമ ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും വഖഫ് നിയമ ഭേദഗതി, അതുപോലെ ഇപ്പം ഈ FCRA എന്ന് പറയുന്ന നിയമ ഭേദഗതി, ഇത്തരം നിയമ ഭേദഗതികളൊക്കെ ഇവിടെയുള്ള ചില ന്യൂനപക്ഷങ്ങളുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് എന്നുള്ള ഒരു പൊതുവായ സ്വഭാവമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഭീകരമായി ബാധിക്കുന്ന ഒരു നിയമമാണ് ഈ നിയമമെന്നാണ് ക്രിസ്തീയ സഭാ പത്രമായ ദീപിക ഇന്നത്തെ പത്രത്തിന്റെ ലേഖനത്തിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ ഇത്തരം നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള ഇന്ത്യയിലെ വിവിധ സാമുദായിക സംഘടനകൾക്കും, അതോടൊപ്പം തന്നെ സാമൂഹിക സംഘടനകൾക്കും സന്നദ്ധ സംഘടനകൾക്കും ഒക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്ത്യയുടെ ആഭ്യന്തര സഹമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദേശ പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതപരിവർത്തനം ഇന്ത്യയിൽ നടത്തുന്നു എന്ന ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതിലൂടെ ക്രിസ്തീയ സഭകളും ക്രിസ്തീയ സംഘടനകളും ക്രിസ്തീയ സംവിധാനങ്ങളുമൊക്കെ ഈ നിയമത്തിനെതിരെ ജാഗരൂകരാകാൻ വേണ്ടിയുള്ള വെളിപ്പെടുത്തലുകളും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പുകളും അവരവരുടെ മാധ്യമങ്ങളിലൂടെ നൽകുകയും ഈ നിയമം
സതുദ്ദേശത്തെക്കാൾ ഉപരി ദുരുദ്ദേശത്തോടു കൂടി ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള പൊതുവായ വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ട്. ഏതായിരുന്നാലും ഈ നിയമത്തെ പറ്റിയുള്ള ചുരുക്കം വാക്കുകളിലൂടെയുള്ള ലളിതമായ ഒരു വിശദീകരണമാണ് ഞാൻ തന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ നിയമം ഈ നാട്ടിലെ സാധാരണക്കാരുടെ മതസ്വാതന്ത്ര്യത്തെ, ജനാധിപത്യ ബോധത്തെ, മതേതര ബോധത്തെ ഇല്ലാതാക്കി പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ഒരു നിയമമായി മാറരുത്. അത്തരമൊരു നിയമമായി മാറിക്കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ബഹുസ്വരത നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ചിന്തകളിലേക്ക്, ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഇതിന്റെ ന്യായാന്യായങ്ങളിലേക്ക് അതിന്റെ അന്വേഷണം നിങ്ങളും നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്.